നമസ്കാരം. നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നാട്ടിലെ താരമായി വരുന്നത് എളവള്ളി പറക്കാട് ഗ്രാമത്തിലുള്ള പ്രിയ ചേച്ചിയാണ്. കൂടുതൽ വിശേഷങ്ങൾ പങ്കിടുവാൻ ആ കലാകാരിയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നീ ചൊല്ലി വിഷു പക്ഷി പോലെ കാത്തോട് കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ കുറുമൊഴി കുറുകി കുറുകിനി ഉണരുവാരി നെൽക്കതിരിൻ തിരിയിൽ അരിയ പാൽമണികൾ കുറുകി നെൽമണികൾ കുലകൾ വെയിലിലുലയേ കുളിരു പേരിനിയ കുഴലുമൂതിനി കുറുമൊഴി ഇതിലെ വാ ആരു പാടിപ്പെയ്യുന്നു തേൻമഴകൾ ചിറകിലുയരുമഴകേ മണ്ണു പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കനികൾ കാതോട് കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ തളിരിലെ പവിഴമുരുകുമി ഇലകൾ ഹരിതമണികളണിയും കരളിലെ പവിഴമുരുകി വേറെയൊരു കരളിനിഴയിലുറയും കുളിരു പെയ്തിനിയ കുഴലുമൂതിയിനി കുറുമൊഴി ഇതിലെ വാ ആരു പാടിത്തേങ്ങുന്നു തേനലകൾ കുതിരു നിലമിതുഴുതു മണ്ണു പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കനികൾ കാതോട് കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. ചേച്ചി നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാമില് ഈ കലാകാരന്മാരെയൊക്കെ കൊണ്ടുവരുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ചേച്ചിയാണ് നാട്ടിലെ താരമായിട്ട് വന്നിരിക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. എന്തായാലും സ്വാഗതം ചെയ്യാം. അപ്പോൾ കാതോട് കാതോട് എന്നുള്ള പാട്ട് നല്ല രസമായിട്ട് പാടി, നല്ല ശബ്ദമാണ് കേട്ടോ ചേച്ചിയുടെ. ചേച്ചിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഇവിടെ ഭർത്താവും മക്കളുമാണ് ഉള്ളത്. കുട്ടികള്? മോള് ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ്, മോൻ +1. കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടും? രണ്ടാളും പാടുന്ന ആൾ തന്നെയാണ്. സ്വരൊക്കെ നല്ലതാണ്, പക്ഷെ അവര് ശ്രമിക്കണില്ല. ഹസ്ബൻഡ് കൂലിപ്പണിക്കാരനാണ്. ഈ പാട്ടൊക്കെ പാടും? ഇല്ല, പാട്ട് അങ്ങനെ പാടില്ല. കോൽക്കളി പാട്ടൊക്കെ പാടാറുണ്ട്. ഈ പാട്ട് പാടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലേ? സപ്പോർട്ടിംഗ്? വലിയ കുഴപ്പമില്ല. പാട്ട് ഇപ്പൊ പഠിക്കാൻ പറഞ്ഞേക്കുണ്ട്. അതന്നെ പോലെ. പാട്ട് പാടുന്നോണ്ട് ബുദ്ധിമുട്ടിക്കൊന്നുമില്ലല്ലോ. ഓക്കെ. ഗാനമേള വേദികളൊക്കെ പോവാറുണ്ട്? ഗാനമേളക്ക് പോവാറില്ല. കല്യാണം അല്ല അമ്പലത്തിലൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ ഭക്തിയാണ് അങ്ങനെയൊക്കെ പാടാറ്. ഏത് തരം പാട്ടിനോട് കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. തമിഴ് പാട്ട്, മലയാളം? തമിഴൊന്നും ഞാൻ പാടാൻ ശ്രമിച്ചിട്ടില്ല, മലയാളം തന്നെ നോക്കാറുള്ളൂ. മലയാളം ഈ മെലഡി ഗാനങ്ങളൊക്കെ അല്ലേ? അങ്ങനെ അത് പെട്ടെന്ന് ഒരു മനസ്സിലിങ്ങനെ വരുമ്പോ അതിനോട് ഒരു ഇഷ്ടം തോന്നുന്നു. അത് കുറച്ച് പേരുകൾ ഇങ്ങനെ പഠിക്കും. ജോലി ചെയ്യുന്നുണ്ടോ? തയ്ക്കുണ്ട്. തയ്യല്ലേ? വീട്ടിൽ വെച്ചിട്ടാണ്? സംഗീതം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചോണ്ടിരിക്കുകയാണ്. ശങ്കർ എന്ന് പറഞ്ഞ മാഷാണ്. ഇവിടെ തന്നെ കൂനാമച്ചിയിലാണ് പഠിക്കണത്. മാഷ് വീട് വേറെ സ്ഥലത്താണ്. ടീച്ചറും ഉണ്ട്. ഭാര്യ ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഈ ഇതിനു മുമ്പൊന്നും പഠിക്കാതെ ഇപ്പൊ പഠിക്കാനുള്ള ആഗ്രഹം തോന്നിയത്? മുന്നേ ചെറുപ്പം തൊട്ട് അങ്ങനെയല്ല, ചെറുപ്പം തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നില്ല, പ്രോത്സാഹനങ്ങളൊക്കെ കുറവായിരുന്നു. ഇപ്പോ ഈ മ്യൂസിക് പഠിച്ചതിന് ശേഷം മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? നമുക്ക് പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും? പാട്ടിങ്ങനെ
ശ്രുതികളൊക്കെ തെറ്റാതെ പാടാനും അത് പഠിച്ചു വരണുള്ളൂ. അപ്പൊ ഗീതങ്ങളും കീർത്തനങ്ങളൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ എന്നാലും നമുക്ക് ഏകദേശം ഒരു ബേസിക് അറിയാലോ നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഓരോന്ന് മനസ്സിലാക്കി വരുന്നുണ്ട്. പാട്ട് പഠിക്കുന്നതിന്റെ ഉള്ള ഒരു വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? വരുന്നുണ്ട്. ശരി, നമുക്കൊരു ഒരു പാട്ട് കൂടി പാടാം. ആരിയ നെല്ലിന്റെ ഓലെ നാടും പോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തില് പാടണ് പാട്ടും കേട്ട് നീയുറങ്ങ്. ആരിയ നെല്ലിന്റെ ഓലെ നാടും പോലെ ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തില് പാടണ് പാട്ടും കേട്ട് നീയുറങ്ങ്. അക്കണ്ടം ഇക്കണ്ടം മേലേത്തെ കുഞ്ഞിക്കണ്ടം കണ്ടത്തിനോരത്ത് കുണ്ടും കുത്തി ആയിലയേല ചേമ്പേല വിരിച്ചിട്ട് എന്നെ കിടത്തിയിട്ടും പോയതല്ലേ. ആയിലയേല ചേമ്പേല വിരിച്ചിട്ട് എന്നെ കിടത്തിയിട്ടും പോയതല്ലേ. വല്യവരമ്പിന്റെ തെക്കേ മൂലയ്ക്കല് തമ്പ്രാൻ കുട ചൂടി നിൽക്കാനുണ്ട്. വാരിയെടുക്കാനോ മാറോടണയ്ക്കാനും ഏറെ കൊതിയുണ്ടേ പൊന്നും കട്ടേ. വാരിയെടുക്കാനോ മാറോടണയ്ക്കാനും ഏറെ കൊതിയുണ്ടേ പൊന്നും കട്ടേ. നട്ടുച്ച നേരല്ലേ പൊള്ളുന്ന വെയിലല്ലേ ഇക്കണ്ടം നട്ടു ഞാൻ കേറിയിടട്ടെ. ഇന്നുണ്ണി കണ്ണന് പാലു തരാഞ്ഞിട്ട് മാറിലെ വേദന അടങ്ങണില്ല. ഇന്നുണ്ണി കണ്ണന് പാലു തരാഞ്ഞിട്ട് മാറിലെ വേദന അടങ്ങണില്ല. അമ്മയുടെ പാട്ടിൻ്റെ ഈരടി കേൾക്കുമ്പോൾ താനെയുറങ്ങുന്ന പൊന്നുണ്ണി ഞാൻ. അമ്മയുടെ മാറിൻ്റെ ചൂടേറ്റുമയങ്ങാനും ഏറെ കൊതിയുണ്ടേ പെറ്റോരമ്മേ. അമ്മയുടെ മാറിൻ്റെ ചൂടേറ്റുമയങ്ങാനും ഏറെ കൊതിയുണ്ടേ പെറ്റോരമ്മേ. ആരിയ നെല്ലിന്റെ ഓലെ നാടും പോലെ ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തില് പാടണ് പാട്ടും കേട്ട് നീയുറങ്ങ് പാട്ടും കേട്ട് നീയുറങ്ങ്. ചേച്ചി അസ്ഥയായിട്ട് പാടിയിട്ടാ. ചെറിയൊരു പേടിയുണ്ട് അല്ലേ? ആദ്യമായിട്ട് തോന്നുന്നു ക്യാമറ മുന്നിൽ. സത്യമായിട്ട് പേടിക്കൊന്നും വേണ്ട. ഇനി ഇവിടുന്ന് ചിലപ്പോൾ തുടക്കാവും. ഒന്ന് ഇത് ഈ ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ചേച്ചി ഇവിടെ നാട്ടിൽ താരം തന്നെയായിരിക്കും കേട്ടോ. ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളിതിൽ ഇതേപോലെ അറിയപ്പെടാത്ത കുറേ കലാകാരികളും കലാകാരന്മാരൊക്കെ നമ്മളിതിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒതുങ്ങി നിൽക്കുന്ന വീട്ടിനുള്ളിൽ ഒതുങ്ങി നിന്ന് പാടുന്ന ആൾക്കാരൊക്കെ ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരും. അവർ പിന്നീട് അവർക്ക് ഒരേ അവസരങ്ങളൊക്കെ കിട്ടും. അത് നമ്മോട് ഷെയർ ചെയ്യാറുണ്ട്, ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു അവസരങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലും പാട്ടുപാടിയിലും ഒക്കെ. എനിക്ക് വേറെ സന്തോഷമുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി കിട്ടിയത് സന്തോഷമുണ്ട്. ഓക്കെ.